ആം ഡോക്ടർ സുധർമ്മ. പപ്പീസിലും ഡോഗ്സിലുള്ള ഡീവർമിങ്ങിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. സോ പപ്പീസിൽ നമ്മൾ ഫസ്റ്റ് ഡീവർമിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർ ജനിച്ചു കഴിഞ്ഞ് 15th ഡേ 15ാമത്തെ ദിവസം നമുക്ക് ഡീവർമിങ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഈ 15ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അപ് ടു 3 months വരെ നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ ഡീവർമിങ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ദെൻ ആഫ്റ്റർ 3 months to 6 months നമ്മൾ മന്ത്ലി വൺസ് ഡിവേം ചെയ്യാം. ദെൻ 6 months to 1 year 3 months കൂടുമ്പം ഡിവേം ചെയ്യാം. ദെൻ ആഫ്റ്റർ 1 year നമുക്ക് ഒരു 6 months കൂടുമ്പോൾ ഡിവേമിങ് ചെയ്താൽ മതി. അപ്പം ചിലർക്കെങ്കിലും ഡൗട്ട് കാണും, എന്തിനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡിവേം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് കോൺടാക്റ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡിവേം ചെയ്യാം. ദെൻ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഡിവേമർ നമുക്ക് കൊടുക്കാം. അത് സിറപ്പായിട്ട് അവൈലബിൾ ആണ്, ടാബ്ലറ്റായിട്ട് അവൈലബിൾ ആണ്, ഇഞ്ചക്ഷനായിട്ട് അവൈലബിൾ ആണ്. പപ്പീസ് ഒരു 5 kg വരെ ഉള്ളതിന് നമ്മൾ സിറപ്പായിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ടാബ്ലറ്റ് കൊടുക്കാം. ഈവൻ ടാബ്ലറ്റും സിറപ്പും ഒന്നും കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനായിട്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പപ്പീസിന് നമ്മൾ 5 kg ഉള്ളതിന് സിറപ്പ് കൊടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒത്തിരി സ്ട്രഗിൾ ചെയ്യിപ്പിക്കാതെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതർവൈസ് അത് ലങ്സിലൊക്കെ പോയാൽ ആസ്പിറേഷൻ ന്യൂമോണിയൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ മെഡിസിൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡിവേമർ കൊടുക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് പ്രോപ്പർ ഡോസേജിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അവരുടെ വെയിറ്റ് മെഷർ ചെയ്ത് ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ മെഡിസിൻ കൊടുക്കുക. അത് മൊത്തം അവർ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നമ്മൾ വേംസ് ഉള്ള സമയത്ത്, അതായത് വിരശല്യമുള്ള സമയത്ത് അവർ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ഡയറിയ കാണിക്കാം, അതായത് അവർ വയറ്റിൽ നിന്ന് പോകുന്ന വളരെ ലൂസായിട്ട് പോയിട്ട് വിത്ത് ബ്ലഡ് വിത്ത് മ്യൂക്കസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വൊമിറ്റിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ വൊമിറ്റസിൽ ചിലപ്പം വേംസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പോട്ട് ബെല്ലി, അതായത് അവരുടെ വയറ് നല്ല രീതിയിൽ വീർത്തിരിക്കുക. ഇവൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവരുടെ വയറ് നല്ല വീർത്തിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടും. ദെൻ അവർക്ക് സ്കിന്ന് അല്ലെങ്കിൽ കോട്ടൊക്കെ വളരെ ഡള്ളായിരിക്കുക, നന്നായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് ബട്ട് വെയിറ്റ് വെക്കുന്നില്ല. ഈ കണ്ടീഷനൊക്കെ നമുക്ക് വിരശല്യം ഉള്ള കേസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ പെറ്റ്സിനെ ഡിവേം ചെയ്യാം. താങ്ക് യു.